കാദിശ് കാദിശ് കാദിശു മൊറിയോക്ക് ഔയാലു ഊദേ കാദിശു മൊറിയോ ദർക്കെബയിലോ വല്ലൂരീശിലേ യെരൂശലേമിലെ വന്മലമേൽ ഓരുകിലെന്നെ യാരേറ്റി വരവാഹനനായി പുരി പോകും പരസുതനെ ഞാൻ കാണുന്നു. ഹോശാന ഹോശാന ദാവീദാത്മജനു ഹോശാന 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 ദാവീദാത്മജനു ഹോശാന. നിബിയന്മാരുടെ തിരുനിവഹം നടകൊള്ളുന്നു പുരോഭൂവിൽ. ശ്ലീഹന്മാരുടെ ദിവ്യഗണം പിന്നണിചേർന്നു വരുന്നല്ലോ. ഹോശാന ഹോശാന ദാവീദാത്മജനു ഹോശാന 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 സൈത്തിൻ കൊമ്പുകളേന്തീതാ പിഞ്ചുകിടാങ്ങൾ പാടുന്നു. ഭൂസ്വർഗങ്ങളിലൂശാന ദാവീദാത്മജനു ഹോശാന 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 ദാവീദാത്മജനു ഹോശാന 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 ദാവീദാത്മജനു ഹോശാന. വന്നവനും വരുവോനുമഹോ ധന്യൻ നിഖിലേശാസ്തോത്രം. ഹോശാന ഹോശാന ദാവീദാത്മജനു ഹോശാന 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 ദാവീദാത്മജനു ഹോശാന. നബിയന്മാരുടെ തിരുനിവഹം നടകൊള്ളുന്നു പുരോഭൂവിൽ. ശ്ലീഹന്മാരുടെ ദിവ്യഗണം പിന്നണിചേർന്നു വരുന്നല്ലോ. ഹോശാന ഹോശാന ദാവീദാത്മജനു ഹോശാന 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 ദാവീദാത്മജനു ഹോശാന. സൈത്തിൻ കൊമ്പുകളേന്തീതാ പിഞ്ചുകിടാങ്ങൾ പാടുന്നു. ഭൂസ്വർഗങ്ങളിലൂശാന ദാവീദാത്മജനു ഹോശാന
വന്നവനും വരുവോനുമഹോ ധന്യൻ നിഖിലേശാസ്തോത്രം. ഹോശാന ഹോശാന ദാവീദാത്മജനു ഹോശാന 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 ദൈവത്തിനെയുള്ള വചനങ്ങളെ അറിയിപ്പിനെ നാം കേൾക്കണം. പർവ്വതത്തിന് സമീപമുള്ള ബദ്ഭാഗിയും ബദനിയായും വരെ യെരൂശലേമിനെ സമീപിച്ചപ്പോൾ തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അയക്കുകയും അവരോട് ഇപ്രകാരം പറയുകയും ചെയ്തു: നമ്മുടെ നേരെയുള്ള ഗ്രാമത്തിലേക്ക് പോകുകയും നിങ്ങൾ അതിൽ പ്രവേശിക്കുന്ന ഉടൻ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. ഇതുവരെ ഒരു മനുഷ്യനും അതിന്റെ പുറത്ത് കയറിയിട്ടില്ല. നിങ്ങൾ അതിനെ അഴിച്ചുകൊണ്ടുവരുവീൻ. നിങ്ങൾ എന്തിനിത് ചെയ്യുന്നുവെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് അതിനെ ആവശ്യമുണ്ട് എന്ന് പറയുവീൻ. ഉടനെ അവർ അതിനെ ഇവിടേക്ക് വിട്ടയക്കും. അവർ പോയി തെരുവിൽ പുറത്തു വാതിൽ കെട്ടിയിരിക്കുന്ന കഴുതക്കുട്ടിയെ കണ്ട് അതിനെ അഴിക്കവേ അവിടെ നിന്നവരിൽ ചിലർ നിങ്ങൾ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു. അവർ യേശു കൽപ്പിച്ച പ്രകാരം അവരോട് പറഞ്ഞു. അപ്പോൾ അവർ സമ്മതിച്ചു. അനന്തരം അവർ കഴുതക്കുട്ടിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അതിന്റെ പുറത്ത് അവർ തങ്ങളുടെ വസ്ത്രങ്ങളെ വിരിക്കുകയും യേശു അതിന്മേൽ കയറുകയും ചെയ്തു. പലരും തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിക്ക് വിരിച്ചു. ചില വൃക്ഷങ്ങളിൽ നിന്ന് ചെറുശാഖകൾ വെട്ടിയെടുത്ത് വഴിയിൽ വിതറി. യേശു തമ്പുരാന് മുമ്പേയും പുറകെയും ഉള്ളവർ ഇപ്രകാരം ആർത്തു വിളിച്ചു പറഞ്ഞു: ഉശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നതായി നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യവും വാഴ്ത്തപ്പെട്ടതാകുന്നു. സ്വർഗ്ഗത്തിൽ സമാധാനം, ഉന്നതങ്ങളിൽ സ്തുതി, അത്യുന്നതങ്ങളിൽ ഹോശാന. നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു. നാമത്തിൽ വരുന്നതായി നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യവും വാഴ്ത്തപ്പെട്ടതാവുന്നു. സ്വർഗ്ഗത്തിൽ സമാധാനം, ഉന്നതങ്ങളിൽ സ്തുതി, അത്യുന്നതങ്ങളിൽ ഹോശാന. ഹോശാന, നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു.
വാഴ്ത്തപ്പെട്ടതാവുന്നു. സ്വർഗ്ഗത്തിൽ സമാധാനം, ഉന്നതങ്ങളിൽ സ്തുതി, ഉന്നതങ്ങളിൽ ഹോശാന. യേശു യെരൂശലേമിൽ ദേവാലയത്തിൽ പ്രവേശിച്ച് സർവവും കണ്ടു. സന്ധ്യാസമയമായപ്പോൾ അവൻ 12 പേരോടുകൂടി ബെഥനിയയിലേക്ക് പോയി. പിറ്റേ ദിവസം ബെഥനിയയിൽ നിന്ന് പോരുമ്പോൾ അദ്ദേഹത്തിന് വിശന്നു. ഇലകളുള്ളതായ ഒരു തീർത്ഥവൃക്ഷം ദൂരെ കണ്ടിട്ട് ഇതിൽ വല്ലതും കണ്ടേക്കാം എന്ന് വെച്ച് അതിന്റെ അടുക്കൽ ചെന്നു. അപ്പോൾ ഇലകളല്ലാതെ അതിലൊന്നും കണ്ടില്ല. എന്തെന്നാൽ അത് തീർത്ഥപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു. യേശുദമ്പുരാൻ അതിനോട്, ഇനി എന്നേക്കും ഒരുവനും നിന്നിൽ നിന്ന് ഫലം ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അത് കേട്ടു. പിന്നെ അവർ യെരൂശലേമിൽ ചെന്ന് യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ പുറത്താക്കുവാൻ തുടങ്ങി. നാണയം മാറ്റുന്നവരുടെ മേശകളെയും പ്രാവുകളെയും വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചിട്ടു. ദേവാലയത്തിനകത്തുകൂടി ഒരുവനും സാധനങ്ങൾ കടത്തിക്കൊണ്ടു പോകുവാൻ യേശുദമ്പുരാൻ സമ്മതിച്ചില്ല. യേശുദമ്പുരാൻ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ഭവനം സകല ജനങ്ങൾക്കും പ്രാർത്ഥനാ ഭവനം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നില്ലയോ? എന്നാൽ നിങ്ങളാകട്ടെ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. പ്രധാന ആചാര്യന്മാരും ശാസ്ത്രാധ്യാപകന്മാരും അത് കേട്ടിട്ട് യേശുദമ്പുരാനെ എങ്ങനെ ഹനിക്കേണ്ടു എന്നാരാഞ്ഞു. എന്തെന്നാൽ ജനങ്ങളെല്ലാം യേശുദമ്പുരാന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചിരുന്നതുകൊണ്ട് അവർ യേശുവിനെ ഭയപ്പെട്ടാണ് ഇരുന്നത്. ബറഖുമോർ ഓശൈനോ ലകുൽ കുൻ. യെരൂശലേമിലെ വന്മലമേൽ ഓരുകിലെന്നെ ആരേറ്റി വരവാഹനനായി പുരി പോകും പരസുതനെ ഞാൻ കാണുന്നു. ഹോശാന, ഹോശാന, ദാവീദാത്മജൻ ഹോശാന, 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 ദാവീദാത്മജൻ ഹോശാന. നിബിയന്മാരുടെ തിരുനിവഹം നടകൊള്ളുന്നു പുരോഭൂവിൽ. ശ്ലീഹന്മാരുടെ ദിവ്യഗണം പിന്നണി ചേർന്നു വരുന്നല്ലോ. ഹോശാന, ഹോശാന, ദാവീദാത്മജൻ ഹോശാന, 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 ദാവീദാത്മജൻ ഹോശാന. സൈത്തിൻ കൊമ്പുകളേന്തീതാ പിഞ്ചുകിടാങ്ങൾ പാടുന്നു. ഭൂസ്വർഗങ്ങളിലൂശാന ദാവീദാത്മജനൂശാന. ഹോശാന, ഹോശാന, ദാവീദാത്മജൻ ഹോശാന, 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 ദാവീദാത്മജൻ ഹോശാന. വന്നവനും വരുവോനുമഹോ ധന്യൻ നിഖിലേശാസ്തോത്രം. ഹോശാന, ഹോശാന, ദാവീദാത്മജൻ ഹോശാന, 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 ദാവീദാത്മജൻ ഹോശാന. യെരൂശലേമിലെ വന്മലമേൽ
വരവാഹനനായി പുരി പോകും പരസുതനെ ഞാൻ കാണുന്നു. ഹോശാന ഹോശാന ദാവീദാത്മജനു ഹോശാന 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 ദാവീദാത്മജനു ഹോശാന. നിബിയന്മാരുടെ തിരുനിവഹം നടകൊള്ളുന്നു പുരോഭൂവിൽ. ശ്ലീഹന്മാരുടെ ദിവ്യഗണം പിന്നണിചേർന്നു വരുന്നല്ലോ. ഹോശാന ഹോശാന ദാവീദാത്മജനു ഹോശാന 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 ദാവീദാത്മജനു ഹോശാന. കർത്താവിന്റെ നാമത്തിൽ വന്നവൻ വാഴ്ത്തപ്പെട്ടവനാണെന്ന് ശിശുക്കളാർക്ക് വേണ്ടി പ്രശംസിച്ചു. ആ ദാവീദിന്റെ പുത്രനും ദാവീദിന്റെ നാഥനുമായിരിക്കുന്നവന് ഹോശാന. തന്റെ വാഹനമായ ഇളയ കഴുതയെ തിരഞ്ഞെടുത്ത ശ്രേഷ്ഠമായ തന്റെ നിത്യതയിൽ അദൃശ്യനായവന് താഴ്മയാൽ ഞങ്ങളുടെ വർഗത്തിന്റെ അധപതനാവസ്ഥയെ ഉയർത്തുവാൻ വേണ്ടി ശിശുക്കളാൽ സ്തുതിക്കപ്പെടത്തക്കവണ്ണം കൃപാപൂർവം വിരുദ്ധനായവന് കഴുതക്കുട്ടിയുടെ പുറത്തു കയറുവാൻ മാത്രം വിനയപ്പെട്ടവന് ശിശുക്കളുടെ വായിൽ നിന്ന് സ്തുതിയെ ആകർഷിച്ച ജീവന്റെ ലക്ഷ്യസ്ഥാനമായവന് പുണ്യതരങ്ങളും വിശുദ്ധങ്ങളുമായ പെരുന്നാളുകൾ തന്റെ സഭയെ സന്തോഷിപ്പിച്ച കാരുണ്യവാന് രക്ഷാകരമായ വ്യാപാരം മൂലം അജ്ഞാനാന്ധകാരത്തെ ദൂരീകരിച്ച ഉത്തമനും ദയാലുമായവന് ശിശുക്കളുടെ വായിൽ സ്തോത്രോച്ചാരണം നൽകിയ സഹായങ്ങളുടെ അപ്രമേയ സമുദ്രത്തിന് തിരുവിഷ്ടപ്രകാരം മനുഷ്യാവതാരം ശിശുക്കളാലും കുഞ്ഞുങ്ങളാലും തന്റെ സ്നേഹിതരെ സ്തുതിയുമായി തന്റെ ആഗമനത്തെ ശിശുക്കളുടെയും പൈതങ്ങളുടെയും തന്റെ വ്യാപാരം മൂലം ലോകത്തെ തന്റെ വ്യാപാരം മൂലം ഞങ്ങളെ ശ്രേഷ്ഠരാക്കുവാൻ വേണ്ടി തന്റെ ശ്രേഷ്ഠതയ്ക്ക് ന്യൂനത സംഭവിക്കാതെ ചെറിയവനായി തീർന്ന വലിയവന് ഞങ്ങളുടെ വസ്തുതകളെ അംഗീകരിക്കണമേ. പ്രധാനാചാര്യന്മാർക്ക് പള്ളികൾക്ക് പുകഴ്ചയും ദേവറാകൾക്ക് നിലനിൽക്കും. Yeah.
സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. അവർ യെരൂശലേമിന് സമീപം ഒരു മലയ്ക്കടുത്തുള്ള ബത്ഭാഗിക്കും ബഥാനിക്കും അടുത്തെത്തിയപ്പോൾ യേശു തമ്പുരാൻ തന്റെ ശിഷ്യന്മാർ രണ്ടുപേരെ അയച്ച് അവരോട് പറഞ്ഞു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലുകയും അവിടെ നിങ്ങൾ പ്രവേശിക്കുന്ന ഉടൻ ഇതുവരെ ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. നിങ്ങൾ അതിനെ അഴിച്ചുകൊണ്ട് വരുവീൻ. നിങ്ങൾ എന്തിന് കഴുതക്കുട്ടിയെ അഴിക്കുന്നുവെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട് എന്ന് പറയുവീൻ. ഉടനെ തന്നെ അവർ അതിനെ ഇവിടേക്ക് വിട്ടയക്കും. അങ്ങനെ അവർ പോയി ഒരു വീടിന്റെ പടിക്കൽ തെരുവിൽ കെട്ടിയിരുന്ന കഴുതക്കുട്ടിയെ കണ്ടു. അതിനെ അഴിക്കുമ്പോൾ അവിടെ നിന്നവരിൽ ചിലർ, നിങ്ങൾ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു. അവർ യേശു കൽപ്പിച്ച പ്രകാരം ഉത്തരം പറഞ്ഞു. അപ്പോൾ അവർ കഴുതക്കുട്ടിയെ കൊണ്ടുപോകുവാൻ അനുവദിച്ചു. അനന്തരം ശിഷ്യന്മാർ കഴുതക്കുട്ടിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അതിന്റെ പുറത്ത് അവർ തങ്ങളുടെ മേലങ്കികൾ വിരിക്കുകയും യേശു അതിന്റെ പുറത്ത് കയറിയിരിക്കുകയും ചെയ്തു. പലരും തങ്ങളുടെ മേലങ്കികളെ വഴിയിൽ വിരിച്ചു. വേറെ ചിലർ അടുത്തുള്ള പറമ്പുകളിൽ നിന്ന് പച്ചില കൊമ്പുകൾ കെട്ടി വഴിയിൽ വിരിച്ചു. യേശുവിന്റെ മുമ്പും പിൻപും പോയിക്കൊണ്ടിരുന്നവർ ഹോശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു, നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യവും വാഴ്ത്തപ്പെട്ടതാവുന്നു. അത്യുന്നതങ്ങളിൽ ഹോശാന, ഹോശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു, നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യവും വാഴ്ത്തപ്പെട്ടതാവുന്നു. അത്യുന്നതങ്ങളിൽ ഹോശാന, ഹോശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു, നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യവും വാഴ്ത്തപ്പെട്ടതാവുന്നു. അത്യുന്നതങ്ങളിൽ ഹോശാന എന്ന് ഉച്ചത്തിൽ ആർത്ത് വിളിച്ചു. യേശു തമ്പുരാൻ യെരൂശലേമിൽ പ്രവേശിച്ച് ദേവാലയത്തിനുള്ളിലേക്ക് കടന്ന് സകലവും പരിശോധിച്ചു നോക്കി. അപ്പോൾ സന്ധ്യയായതിനാൽ അവൻ 10 പേരോടുകൂടി ബഥാനിയിലേക്ക് പോയി. പറയുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും ഉത്സാഹപൂർവ്വം നന്നായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ പ്രിയലായ സ്തോമെന്ന് ഏറ്റുചൊല്ലണം. ആകാശത്തിൽ ഒതുങ്ങാത്തവനായിരിക്കും വിനയപൂർവ്വം കഴുതക്കുട്ടിയുടെ പുറത്ത് ഘോഷനായ ഞങ്ങളുടെ മെസ്സിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തങ്ങളുടെ നിയമലംഘനങ്ങൾക്ക് അതിന്റെ കരുണയോട് പരിഹാരം യാചിക്കുകയും ചെയ്യുന്നു. മനുഷ്യസ്നേഹമുള്ളവർ നാമേ, ഇവരെ വ്യർത്ഥമായി വിട്ടയക്കാതെ ഇവരുടെ മുമ്പിൽ നിന്റെ ശ്രീഭണ്ഡാരം തുറന്ന് ഇവർ മഹനീയമായി ഈ പെരുന്നാളിനെയും വിവിധ നിരോധത്തിനും ഇവയെ ധരിക്കുന്നവരുടെ സംരക്ഷണത്തിനും പര്യാപ്തമായി തീരണമേ. വിശ്വാസത്തിന്റെ സ്ഥിരതയ്ക്കും ശൈശവത്തിന്റെ അലങ്കാരത്തിനും വാർദ്ധക്യത്തിന്റെ പരിപക്വതയുടെ നിലനിൽപ്പിനും ഉദവുമാറാകണമേ. ഞങ്ങൾ നിനക്കും വാഴ്ത്തപ്പെട്ടവനായ നിന്റെ പിതാവിനും വിശുദ്ധ റൂഹായിക്കും ബഹുമാനവും സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ നാമം അനുഗ്രഹീതമാവുന്നു. കർത്താവേ, നിന്റെ കൃപയുടെ ആവാസത ഞങ്ങളെയും വയലുകളെയും സസ്യാദികളെയും ഈ പമ്പുകളെയും അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട കുരുത്തോലകളും ഭവനങ്ങളെ സംരക്ഷിക്കുവാനും
സാത്താനെ ഓടിക്കുവാനും പരീക്ഷകളെ ദൂരീകരിക്കുവാനും ശക്തിയുള്ളതുമായി പരീക്ഷകളെ വിഷമിക്കുവാനും ദുഷ്ടവിചാരങ്ങളെ മായ്ച്ചു കളയുവാനും അപകടങ്ങളെ ദൂരീകരിക്കുവാനും കഴിവുള്ളവയാക്കി തീർക്കണമേ. ഇവയെ വായിക്കുന്നതിനാൽ നിന്റെ കരുണയും ദയയും പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആഘോഷം നടത്തുകയാണ്. എല്ലാവരും ഭക്തിയോടുകൂടി സംബന്ധിക്കണം. അവസാനം ദാവീദാസനൂശാന കൃപയടിയായ ഋഷിയുടെ പ്രതിവാസമായിട്ട് Probe
സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, Ushano Mubarakau hau dose bashumedu morio Mubarakoi hoi dosiyo bashumedu morio Malku sodabo dilan David
അന്ധതമേ നൽകിയ സാത്താൻ ലജ്ജിച്ചു. സ്വർഗീയ പ്രഭയെന്നെ ഭാസിപ്പിച്ചു. നിന്റെ ദാസർക്കായി പാപപരിഹാരം വരുമാറാകണമേ. നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവിനേക്ക് ഞങ്ങളുടെ ദൈവമേ തിരുവൻപാകയുടെ മോഹസന്നിധിക്കും വേണ്ടി വിലയേറിയതായ നിന്റെ തിരിച്ചറിയും നിങ്ങൾ അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ വാഴ്ത്തണമേ. നമ്മുടെ രക്ഷിതാവാം ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധോട് വായിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ചവയും സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരും എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ദൈവം തമ്പുരാന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്ക് നാം കൈക്കൊള്ളുമാറാകട്ടെ. നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായിട്ട് ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെല്ലാവരുടെ മേൽ കരുണ ചെയ്യണമേ. എന്റെ സഹോദരങ്ങൾ കർത്താവിന്റെ ബാഹുല്യം നൽകുന്ന പീഠത്തിൽ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളോടും വഴിയാകാരങ്ങളോടും കൂടെ വിശുദ്ധിയും ഔസമുള്ള തൃത്വത്തിന്റെ കൃപോത്കാരങ്ങളുമായി നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടുകൂടെ പോകുകയും ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും മരിച്ചുപോയവരുടെ ജീവനുള്ളവരും നമ്മുടെ കർത്താവിന്റെ നിശ്ചയമുള്ള സ്ത്രീമായ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമൂസ ഘോഷമായ മുദ്രയിടപ്പെട്ടവരുമേ ഈ പരിശുദ്ധത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കും, വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കളെ തന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനും ബലഹീനും പാപിയുമാവുന്ന ദാസനാവുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കുവരുടെയാകട്ടെ. ഞങ്ങൾ സന്തോഷിച്ചാനന്ദിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടെ പോകുകയും എന്നേക്കും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയും
Kadishu Morio Kauyalu